നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്കായിട്ടുണ്ടോ? നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് പേരുമല്ലാതെ മൂന്നാമതൊരു വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടെത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് നിങ്ങളുടെ ഡയൽ പാഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് *#21 വീണ്ടും ഹാഷ് എടുക്കുക. ശ്രദ്ധിക്കുക, *#21# എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ബട്ടൺ അമർത്തുക. ഇങ്ങനെ കോൾ ബട്ടൺ അമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൾ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലിസ്റ്റ് ഉണ്ട് താഴോട്ട്. കണ്ടില്ലേ, വോയിസ് നോട്ട് ഫോർവേഡഡ്. ഇത് ഞാൻ മുമ്പേ ചെയ്തു വെച്ചത് കൊണ്ടാണ് ഡാറ്റ നോട്ട് ഫോർവേഡ്. അതായത് എൻ്റെ ഈ ഒരു മൊബൈൽ ഫോണിൽ ഇങ്ങനെ കോൾ ആരും മറ്റൊരു മൂന്നാമതൊരു വ്യക്തി ആരും കേൾക്കാൻ പോകുന്നില്ല. കാരണം ഞാനത് ഇറേസ് ചെയ്തത് കൊണ്ടാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നോട്ട് ഫോർവേഡ് എന്ന ഭാഗത്ത് മറ്റേതെങ്കിലും നമ്പറോ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നോട്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇറേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചോർച്ച ചെയ്യാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളത് ഓക്കെ അടിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾ നേരത്തെ *# അടിച്ചത്, ഇനി ## അടിക്കുക. #21# അടിക്കുക. #21# എന്ന് അടിച്ചിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൾ ഫോർവേഡിങ് എന്ന ഭാഗത്ത് ഇറേസ് സക്സസ്ഫുൾ ആയിട്ട്. നേരത്തെ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഇറേസ് ചെയ്യാൻ മറക്കരുത്. ഇനി അഥവാ നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഒന്നും കാട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇറേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടപ്പെടാനിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇറേസ് സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കണം.